ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞെട്ടിക്കുന്നതല്ല, ഭയപ്പെടുത്തുന്ന വാർത്ത. ഇപ്പോൾ ഭയപ്പെടുന്ന ഒരു വാർത്തയുടെ പക്കത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കപ്പൽ മുങ്ങിയത് അല്ലേ? അതെ അതെ. കപ്പൽ മുങ്ങി. കണ്ടെയ്നറിനകത്ത് അതിനകത്ത് എന്താണ് മറ്റേ എൻ്റെ പേര് കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന രാസവസ്തു 12 കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അത് വെള്ളത്തിലോട്ട് കലർന്നാൽ ഒരുപാട് തീപിടുത്തം ഉണ്ടാവും. നമുക്ക് ഷിപ്പ് യാർഡ്, നേവൽ ബേസ്, LNG ടെർമിനൽ ഒക്കെ ഉണ്ട്. റിഫൈനറിയുടെ ഭാഗമായിട്ടുള്ള കപ്പൽ. അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായ കൊച്ചിയിലെ കടൽ മുഴുവൻ കത്തും. കടൽ മുഴുവൻ കത്തും. കൊച്ചിക്കും വലിയ അപകടമുണ്ടാവും. അതല്ല ഞാൻ പറയുന്നത്. ആ ഭീഷണി നിൽക്കുമ്പോൾ അതിനേക്കാൾ ഭീകരമായൊരു ഭീഷണി സത്യത്തിൽ നമ്മൾ ഭയപ്പെടണം. മുംബൈയിൽ കടൽ വഴി കടന്നു വന്നിട്ടാണ് മുംബൈയിൽ തീവ്രവാദികളുടെ ആക്രമണം നടന്നത് അല്ലേ? മുംബൈ 166 പേരെ കൊന്നു. മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ദാ ചാവക്കാട് തോട്ടാപ്പ് കടപ്പുറത്ത് നിന്ന് ഒരു മെറ്റൽ ബോക്സ് കിട്ടി. മെറ്റൽ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ മെഷീൻ ഗണ്ണിൻ്റെ ഭാഗങ്ങൾ. കേരളത്തിൽ ആദ്യമായി യന്ത്രത്തോക്കിൻ്റെ ഭാഗങ്ങൾ കടലിൽ ഒഴുകി വന്ന് ചാവക്കാട് തോട്ടാപ്പ് കടപ്പുറത്ത് അടങ്ങിയിരിക്കുന്നത്. മുരക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടണം. കേരളത്തിലേക്ക് എന്തൊക്കെയാണ് വരുന്നത്? കപ്പൽ വന്ന് മുങ്ങി, അതിൻ്റെ ഭാഗമായിട്ട് രാസവസ്തുക്കൾ വരുന്നു. ഇപ്പോൾ മെഷീൻ ഗണ്ണ് കേരളത്തിൽ പിടിച്ചിട്ടില്ല. മെഷീൻ ഗണ്ണിൻ്റെ ഭാഗങ്ങൾ, ഇത് മെഷീൻ ഗണ്ണിൻ്റെ ഭാഗങ്ങളെന്ന് മാത്രമാണ് പോലീസ് രഹസ്യമായി, അതീവ രഹസ്യമായി വെച്ചിരിക്കുക. ഡീറ്റെയിൽസ് ഒന്നും വിടുന്നില്ല. മുരക്കടവ് പോലീസ്, കോസ്റ്റൽ പോലീസിൽ കിട്ടിയിട്ടുണ്ട്. മെഷീൻ ഗണ്ണിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ മെഷീൻ ഗണ്ണും ഒരുമിച്ചല്ല കൊണ്ടു നടക്കുന്നത്. അത് അഴിച്ച് അസംബിൾ ചെയ്യല്ല. അത് പെട്ടെന്ന് ഫിക്സ് ചെയ്യാം. മെഷീൻ ഗണ്ണിന് നീട്ടി പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റൂല. അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഭാഗങ്ങൾ വേർപെടുത്തി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ പാക്ക് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു മെഷീൻ ഗണ്ണിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ടോ? അതോ ഏതാനും ഭാഗങ്ങൾ മാത്രമാണോ? അതിൻ്റെ മാഗസിൻ മാത്രമാണോ കിട്ടിയിരിക്കുന്നത്? ഇതൊന്നും അറിയില്ല. മെഷീൻ ഗണ്ണിൻ്റെ ഭാഗങ്ങൾ ഒരു പെട്ടിയിൽ ഒഴുകി കടപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, കൊച്ചി കടപ്പുറത്ത് കണ്ടെയ്നർ മുങ്ങിയപ്പോൾ ചെറിയഴിക്കലും ആലപ്പുഴയിലും കൊല്ലത്തൊക്കെ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചാവക്കാട് വരണമെങ്കിൽ നമ്മുടെ അടുത്ത ഏതോ ഭാഗത്ത് നിന്ന് ഒഴുകി വന്നതാണ്. അതെ. അല്ലെങ്കിൽ പുറംകടലിലാണെങ്കിൽ അത് ഒഴുകി പോകുമായിരുന്നു. അപ്പം തീരത്തോട് ചേർന്ന സമുദ്രത്തിലൂടെ ഒഴുകിപ്പോയത് കൊണ്ടാണ് ഈ സാധനം ഇവിടെ വന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കണം. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ തീരത്തോട് ചേർന്ന ആരുടെ പക്കലാണ് സാർ മെഷീൻ ഗണ്ണുള്ളത്? അപ്പം നമ്മുടെ നാട്ടിൽ മെഷീൻ ഗണ്ണെന്ന് പറഞ്ഞാൽ ലൈറ്റ് മെഷീൻ ഗണ്ണ്, AK-47 എന്നൊക്കെ പറഞ്ഞ പല കാറ്റഗറി ഉണ്ടല്ലോ. അപ്പം സാധാരണ പിസ്റ്റലും കള്ളത്തോക്കും അല്ലെങ്കിൽ എയർ ഗണ്ണുകളൊക്കെ വരും. നമുക്ക് മനസ്സിലാക്കാം. മെഷീൻ ഗണ്ണിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കിട്ടിയിരിക്കുന്നു. ഭയപ്പെടണ്ടേ? പറയാം. മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ ഏതെങ്കിലും കപ്പലിലാണെങ്കിലോ ഈ സാധനം വന്നത്? അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ വെയർബോട്ട്സ് ഇപ്പോൾ ഈ കിട്ടിയപ്പോൾ ഇപ്പോൾ NIA വരും, IB വരും, അങ്ങനെ വിവിധ ഏജൻസികളൊക്കെ ഈ മിലിറ്ററി ഇൻ്റലിജൻസ് വരെ ഇത് അന്വേഷിക്കും. അപ്പോൾ അന്വേഷണം കാരണം അത് ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആയിട്ട് കേൾക്കുന്ന വാർത്ത, അടുത്ത കാലത്ത് ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് വൻതോതിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടിച്ചത് അല്ലേ? ഈരാറ്റുപേട്ടയിൽ നിന്ന് അത് പിടിച്ചു, വാർത്തയായി. ആരും ഞെട്ടിയൊന്നുമില്ല. അത് കേരളം മുഴുവൻ കത്തിക്കാൻ പോകുന്ന ജലാറ്റിൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്ന് മുല്ലപ്പെരിയാറേക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ല. ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് മറ്റേ ലഷ്കർ രായപ്പൻ്റെ സിനിമയ്ക്കകത്ത് വന്നില്ലേ, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കണോ? അതിന് ഉപയോഗിച്ചുകൂടെ? അതെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ അവർ പറയുന്ന ഈ ക്വാറികൾക്ക് വേണ്ടിയിട്ടാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ കൊണ്ടുവരുന്നത്. ഇത് വെച്ചിട്ട് ക്വാറികൾ പൊട്ടിച്ച് പാറ പൊട്ടിക്കാൻ വേണ്ടിയുള്ള പരിശീലനം ജലാറ്റിൻ സ്റ്റിക്ക് വഴി കൊടുക്കുന്ന ആർക്കാണെന്നറിയോ? ഭായിമാർക്കാ. സംശയമല്ല. ഈ ക്വാറികളിൽ പോയിട്ടുണ്ട് നോക്കുക, അവിടെ പണിയെടുക്കുന്ന നല്ല ശതമാനം ബംഗാളികളാണ്. ബംഗ്ലാദേശികളായിരിക്കും ആ കൂട്ടത്തിലുള്ളത്, റോഹിംഗ്യൻസിനായിരിക്കാം. അവരുടെ പക്കലേക്കാണ് ജലാറ്റിൻ സ്റ്റിക്ക് കൊടുക്കുന്നത്. അവൻ അത് വെച്ച് പാറ പൊട്ടിക്കുന്നു. അവൻ 5-10 എണ്ണം മാറ്റിയിട്ട് നമ്മുടെ പാലങ്ങൾ, കരിങ്കുകൾ, അണക്കെട്ടുകളുടെ ഭാഗത്ത് പൊട്ടിച്ചാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജലാറ്റിൻ സ്റ്റിക്ക് എന്ന് വിട്ട് കേട്ടാലും നമുക്ക് എന്ത് ജലാറ്റിൻ സ്റ്റിക്ക്, എന്ത് ഐസ്ക്രീം പോലത്തെ സാധനമായിരിക്കും എന്നൊക്കെ കരുതി നമ്മൾ അനായാസം ഒരു താല്പര്യവും ഇല്ലാതെ, ഒരു ഞെട്ടലും ഇല്ലാതെ നമ്മൾ വിടുകയാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ബോംബ് സ്ഫോടനമൊന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ 600-700 ജലാറ്റിൻ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഭൂപടത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ പറ്റുന്നതാണ്. അത് വന്ന് ഈരാറ്റുപേട്ട പിടിച്ചു എന്നുള്ള വാർത്ത വന്നു. പിന്നെ അന്വേഷണം എന്തായി കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൂടാതെ പത്തനംതിട്ടയിൽ നിന്ന് പിടിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ലോക്കൽ പോലീസ് അറിയാതെയാണ് പത്തനംതിട്ടയിൽ നിന്ന് കാട്ടിൽ നിന്നും ചില വീട്ടുകളിൽ നിന്നും ജലാറ്റിൻ സ്റ്റിക്ക് അടക്കം പിടിച്ചത്. പിന്നെ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി എന്ന് മാർക്ക് ചെയ്ത വെടിയുണ്ടകൾ പാലത്തിൻ്റെ അടിയിൽ നിന്ന് കേരളത്തിൽ കിട്ടി. അതെ. പാകിസ്ഥാൻ പണ്ടൊക്കെ ചിലയിടത്തൊക്കെ ചില പട്ടാളക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വെടിയുണ്ടൊക്കെ
അടിച്ചു മാറ്റി വീട്ടിൽ വന്ന് മക്കളെ ഇതാണ് വെടിയുണ്ടെന്നൊക്കെ കാണിക്കാൻ പിടിച്ചാൽ പണി പോകും, ജയിലിൽ പോകും. അങ്ങനെയുള്ള വന്നിട്ട് ഈ വെടിയുണ്ട കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വല്ലയിടത്തും കളയും. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ പേരെഴുതിയ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നെഴുതിയ വെടിയുണ്ടകൾ കിട്ടിയിരുന്നു. പക്ഷെ പാകിസ്ഥാനിലെ വെടിയുണ്ട എങ്ങനെ കിട്ടും? സംശയമുള്ള വലിയ സംശയമാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ കടലിൽ ഒരു ബോക്സ് വരുന്നു, ഈ ബോക്സിനകത്ത് മെഷീൻ ഗണ്ണിൻ്റെ ഭാഗങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ പോലീസ് അവർക്ക് വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ അന്വേഷണം IB അല്ലെങ്കിൽ NIA പോലെയുള്ള കൂടുതൽ അന്വേഷണ മികവുള്ള സംഘം വരണം, രാജ്യത്തിന് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള. അപ്പോൾ അങ്ങനെ നമ്മളിതിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച. ഇന്ന് ഡേറ്റ് എത്രയാണ്? 27-ാം തീയതി, മെയ് 27-ാം തീയതി ചൊവ്വാഴ്ച 12:46 ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇതുവരെ ഇങ്ങനെ കേരള തീരത്ത് ചാവക്കാടിന്റെ പ്രത്യേകത കേരളത്തിലെ മിനി ഗൾഫ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ അതിനപ്പുറത്തൊന്നും പറയുന്നില്ല. ചാവക്കാട് തോട്ടാപ്പ് കടപ്പുറത്ത് മെഷീൻ ഗണ്ണിന്റെ ഭാഗങ്ങൾ വന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത ഏതെങ്കിലും ചാനലിൽ, ഏതെങ്കിലും ദിനപത്രം ഇറങ്ങിപ്പോയി, ഇന്നത്തെ പത്രങ്ങളിലില്ല, ഏതെങ്കിലും ചാനൽ ഉണ്ടോ? ഒരു ചാനൽ എന്തുകൊണ്ടായില്ലാത്തത്? അത് ചാവക്കാടായതുകൊണ്ടാണ്. മറ്റൊരു മേഖലയായിരുന്നെങ്കിൽ ചാവക്കാടായാലും എന്താ പ്രശ്നം? ചാവക്കാട് പറ്റില്ല. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ, ഇതൊരു മിനി ഗൾഫാണ്. ഈ മിനി ഗൾഫ് എന്ന് പറയുന്നത് ആരാണ് ഗൾഫിൽ പോകുന്നതും കൂടുതൽ പണം ഉണ്ടാക്കുന്നതും ആരാണ് ആ മേഖലയിൽ കൂടുതൽ വസിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചാൽ അല്ലെ ആ എൻ്റെ അച്ഛൻ്റെ അനിയനും ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അല്ല, അച്ഛൻ്റെ അനിയനൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ചാവക്കാടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. പക്ഷേ പറഞ്ഞ ഉദ്ദേശകാര്യം എനിക്ക് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായി. പക്ഷെ അവിടെ സംശയാസ്പദം തന്നെയാണ് അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ ചാവക്കാടുകാരായ കുഴപ്പക്കാരാണെന്നുള്ള അഭിപ്രായം നോക്കില്ല. പക്ഷെ അവിടെ വന്നു, ഏതായാലും അവിടെ ഇങ്ങനെ വന്നു എന്നുള്ളത് അവിടുന്ന് കിട്ടി. അല്ലെ കേരളത്തിൽ, ഞാൻ ചാവക്കാടിനെ വിട്, കേരളത്തിൽ നിന്ന് സംശയാസ്പദമായ രീതിയിൽ യന്ത്രത്തോക്കിൻ്റെ ഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് വാർത്തയാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ചാനലുകൾ. കാരണം കേരളം പിന്നെയും കുഴപ്പത്തിലേക്കാണ്, കേരളത്തിൽ ഭീഷണമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ മടിയുണ്ട്. പണ്ടൊരു വലിയ മാധ്യമ പ്രവർത്തക, വലിയ ജഡ്ജിയാണ്, പറഞ്ഞില്ലേ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഞങ്ങളതൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത, അത് പറഞ്ഞാൽ ഇവിടെ BJP സംഘപരിവാർ വളരുമെന്നുള്ളത് ഞങ്ങൾ മുക്കുന്നതാണെന്ന് ഇവിടെ ഒരു മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ പറഞ്ഞ മാധ്യമപ്രവർത്തകർ നിർലജ്ജം ഇപ്പോഴും നിഷ്പക്ഷ മാധ്യമപ്രവർത്തകരുടെ മേലങ്കി അണിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ തോട്ടാപ്പ് കടപ്പുറത്ത് ചാവക്കാട് നിന്ന് മെറ്റൽ ബോക്സിൽ, മെറ്റൽ ഇരുമ്പ് പെട്ടിയാണോ അലൂമിനിയം പെട്ടിയാണോ എന്നറിയത്തില്ല, യന്ത്രത്തോക്കിൻ്റെ ഭാഗങ്ങൾ കിട്ടിയത്. ഇപ്പോഴും ഈ ഞാൻ സമയവും ഡേറ്റും നമ്മൾ പറഞ്ഞു, ഇതുവരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത. ഒരുപക്ഷെ നമ്മുടെ ഈ വാർത്ത വന്നതിന് ശേഷം ചിലപ്പോൾ വാർത്ത വരുമായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ നമ്മളെ പോലെയുള്ള ചാനലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പല വാർത്തകളും അങ്ങനെ വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ ഓരോ നിമിഷവും അപകടകരമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ആശങ്ക കേരളത്തെ സംബന്ധിച്ചുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ലോക്നാഥ് ബെഹ്റ, ഇപ്പോൾ കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ അയക്കുന്ന ബെഹ്റ DGP സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിൽ IS-ന്റെ സ്ലീപ്പർ സെല്ലുകളുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ കസേര ഇരുന്നപ്പോൾ എന്ത് പിണ്ണാക്കം ചെയ്തുകൊണ്ടിരുന്നത്? ഒന്നും മിണ്ടിയിട്ടില്ല. ഇതെങ്ങനെയാണല്ലോ, നമുക്ക് ചില ഭാരം ഇറക്കി താഴത്തോട്ട് വെക്കുമ്പോൾ എന്തും പറയാം. ഇവിടെ ഇപ്പോൾ ഒരു നിഷ്പക്ഷമായ ഒരു കാര്യം ചോദിച്ചാലേ, ഒന്നുകിൽ ഇതിപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയോ മറ്റോ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ബോക്സ് എടുത്ത് എറിഞ്ഞതാകാനോ, അതല്ലെങ്കിൽ ഈ ബോക്സ് എറിഞ്ഞാൽ എത്തേണ്ടടുത്ത് 1-2 ബോക്സിലായിട്ട് എത്തിക്കാനോ, അങ്ങനെ ഓപ്ഷൻ പറ്റില്ല. കടലിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരു യന്ത്രത്തോക്കിൻ്റെ ഭാഗങ്ങൾ 3 പെട്ടിയിലാക്കുന്നു, സാധനം അവിടെ എത്തിച്ചേക്കാം, 3 ബോക്സ് കടലിലേക്ക് എറിഞ്ഞേക്കാം, വള്ളത്തിൽ പോയി പിടിത്തോണ്ട് എടുത്താൽ മതി. ഇതൊക്കെ പറയാം, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ സിനിമയെ വെല്ലുന്ന രീതിയിൽ യാഥാർത്ഥ്യമായിട്ടുള്ള എന്ത് വ്യാഖ്യാനവും കൊടുക്കാം. പക്ഷേ നമ്മൾ നാടൻ തോക്കുണ്ടാക്കി കൊടുക്കുന്ന കൊല്ലന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും കള്ളത്തോക്കുകൾ ഇടുക്കി തുടങ്ങി ഫോറസ്റ്റ് ഏരിയകളിലുള്ള ഹൈ റേഞ്ചിലൊക്കെ ആളുകളുടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കാട്ടിൽ വേട്ടയാടാൻ പോകുന്ന സംഘം പോലും ഇപ്പം നമ്മുടെ നാട്ടിൽ അവരുടെ ഒക്കെ കള്ളത്തോക്കൊക്കെ ഉണ്ട്. കൃഷി സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് കർഷകർ കള്ളത്തോക്കാണോ അറിയില്ല, നിർമ്മിക്കുന്നതൊക്കെ പറയാം, ഉണ്ടാവാം, നിർമ്മിച്ചിട്ടുണ്ട്, അത്ര കേസുകൾ വന്നത്. പക്ഷെ യന്ത്രത്തോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് മാറും. യന്ത്രത്തോക്ക് മറ്റതൊക്കെ 303 റൈഫിളൊക്കെയാണ് വലിച്ചു വെച്ചിട്ട് വെടിവെക്കണം. ഇതങ്ങനെയല്ല, ഒരു സെക്കൻഡിൽ 10, 25, 50, 100 ഒക്കെ വെടിയുണ്ടകൾ പായിക്കാൻ കഴിയുന്ന ശേഷിയുള്ളവയാണ് യന്ത്രം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഇത് വിദേശത്തു നിന്ന് വരുന്ന ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഒരു ഇടപെടലായിക്കൂടെ എന്ന്. ഞാൻ മുമ്പൊരിക്കലേ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആളിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ പുള്ളിയോട് ഞാൻ കണ്ടിട്ടുണ്ട് യന്ത്രത്തോക്ക് AK-47. നമ്മൾ AK-47 തള്ളാണോന്ന് എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ തള്ളിയതായിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേരളത്തിൽ കണ്ടിട്ടുണ്ട് AK-47 പറഞ്ഞ ഒരാളെ എനിക്കറിയാം. പക്ഷെ ആളിപ്പം എനിക്കറിയാം, പിന്നെ പുള്ളി പറയുന്ന പലപ്പോഴും ക്രെഡിബിളായിട്ട് എടുക്കാത്ത ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരാൾ വളരെ തൻ്റെ ഇടത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ അയാൾ എവിടെയോ കണ്ടിട്ടുണ്ടാവാം.
പടത്തിലായിരിക്കാം കണ്ടത്, അറിയില്ല. പക്ഷേ ഇതിപ്പോൾ വന്നിരിക്കുന്ന ഒറിജിനൽ യന്ത്രത്തോക്കിൻ്റെ ഭാഗങ്ങളാണ്. കേരള പോലീസ് അതിനുള്ള ഒരു വിശദീകരണം തരണം. കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ തോട്ടാപ്പ് കടപ്പുറത്ത് വന്ന പെട്ടിയിൽ യന്ത്രത്തോക്കിൻ്റെ അവശിഷ്ടമുണ്ടായിരുന്നു. ആ യന്ത്രത്തോക്ക് എവിടെ നിർമ്മിച്ചതാണ്, ഏത് കാറ്റഗറിയിലുള്ളതാണ്, സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണോ, പിന്നെ അതിൻ്റെ ഒരു പൂർണ്ണ യന്ത്രത്തോക്കിൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നോ, അതോ അതിൻ്റെ ബുള്ളറ്റുകൾ മാഗസിൻ എന്നാണ് പറയുന്നത് അല്ലേ, മാഗസിൻ പോർഷൻ മാത്രമാണോ? ഇതെല്ലാം നമുക്കറിയാൻ അവകാശമുണ്ട്. കാരണം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, നമുക്ക് പ്രാണഭയമില്ലാതെ ജീവിക്കേണ്ടവരാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അവർ പറയുന്ന കാവൽ എന്നാണ്. നമുക്ക് കാവലാണ് പോലീസ്. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മുനക്കടവ് കോസ്റ്റൽ പോലീസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഇതുള്ളത് എന്നറിയുന്നു. കേസെടുത്തിരിക്കുന്നു അവരാണ്. അത് സംബന്ധിച്ചൊരു വിശദീകരണം നിർബന്ധമായും എന്താണെന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമുക്കത് വരുമെന്ന് കരുതാം. നമുക്ക് കേരള പോലീസിനെ വിശ്വാസമാണ്. അവരുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.